നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലേശം ഭാരമില്ല. ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 17-ാം സങ്കീർത്തനം 13-ാം വാക്യം. യഹോവേ, എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ. യഹോവേ, എൻ്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ. ദൈവം എഴുന്നേറ്റ് തൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിക്കണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. താൻ ദൈവമുഖം കാണുന്നത് തൻ്റെ വിടുതലിനും വിജയത്തിനുമാണെങ്കിൽ ദുഷ്ടനെ ദൈവം തൻ്റെ മുഖം കാണിക്കുന്നത് അവരുടെ ന്യായവിധിക്ക് വേണ്ടിയാണ്. ദാവീദ് തൻ്റെ കഴിവിലും സാമർത്ഥ്യത്തിലും ആശ്രയം കണ്ടെത്താതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ദൈവത്തിൻ്റെ കരത്തിൽ ദാവീദ് പൂർണ്ണമായി ആശ്രയിച്ചപ്പോൾ ദൈവം അവനെ അവൻ്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഉയർത്തുന്നു. പ്രിയ സ്നേഹിതരെ, നമുക്ക് കഴിവുകളോ അധികാരമോ പദവികളോ ഒക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിൽ പൂർണ്ണമായി നാം ആശ്രയം കണ്ടെത്തിയാൽ, അവൻ്റെ കരങ്ങളിൽ നാം സമർപ്പിച്ചാൽ, ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും ലോക മനുഷ്യൻ്റെ കയ്യിൽ നിന്നും അവൻ നമ്മെ വിടുവിച്ച് നമ്മെ ഉയർത്തും. പ്രാർത്ഥിക്കുക. കർത്താവേ, നിൻ്റെ കരത്തിൽ അഭയം കണ്ടെത്തുവാനുള്ള കൃപ ഈ നാളുകളിൽ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.